നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കൂ. എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം, തടസ്സങ്ങളായിരിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ പറഞ്ഞിട്ടില്ലാത്ത അവരുടെ ഫീലിങ്സ്, അവരുടെ അൺഎക്സ്പ്രസ്ഡ് അൺസെറ്റ് ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. കാഴ്ചപ്പാടാണ് കേട്ടോ. ആദ്യം തന്നെ തടസ്സങ്ങളാണ്. 5 ഓഫ് വാൻഡ്സ്, എംപ്രസ്, ലവേഴ്സ്, ടോൾഡ് യു, ഡെത്ത്, 4 ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് സ്വാർഡ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 9 ഓഫ് വാൻഡ്സ്, 6 ഓഫ് കപ്സ്, ബോട്ടം ഓഫ് ദി ഡെക്ക്. ഷോർട്ടായിട്ട് പറയാം കേട്ടോ. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ വലിയ കാര്യമാണ്, അതിൽ യാതൊരു സംശയമില്ല. ദേ ഹാവ് ഫീലിങ്സ് ഫോർ യു, ദേ ഹോൾഡ് ഫീലിങ്സ് ഫോർ യു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒരുപാട് സ്നേഹം തന്നെയാണ്. നിങ്ങളെ കാണുമ്പോഴെല്ലാം അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നുള്ള രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നും പറയുന്നു. നിങ്ങൾക്ക് പരസ്പരം കുറേ കാലമായിട്ട് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം നല്ലോണം അറിയുന്ന വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും കേട്ടോ. പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ അവർക്ക് തടസ്സം ഫീൽ ചെയ്യുന്നു. കാരണം എക്സ്പ്രഷനിൽ കൂടി ഇവർ നിങ്ങളെ അറിയിച്ച് കാണും. ലൈക്ക് അവരുടെ നോട്ടത്തിലും ഭാവത്തിലും നിങ്ങളോടുള്ള ആകർഷണം എന്താണ് എന്നുള്ളത് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ശ്രമിച്ച് കാണും. പക്ഷേ വാക്കാൽ പ്രകടിപ്പിച്ച് കാണില്ല കേട്ടോ. അവരുടെ ഫീലിങ്സിൽ നിങ്ങൾ അവരുടെ ഒരു എംപ്രസ് തന്നെയാണ്. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഒന്നും അവരുടെ ലൈഫിൽ പറ്റില്ല എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ കെയർ, നിങ്ങൾ കൊടുക്കുന്ന കെയർ, സ്നേഹം, നിങ്ങളുടെ പേഴ്സണാലിറ്റി, അതൊന്നും അവർക്ക് മിസ്സാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ഒരുപാട് സ്നേഹം തന്നെയാണ്. ലവേഴ്സ് വെച്ചിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നാറുണ്ട്. നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് തന്നെയാണ് അവരുടെ മനസ്സിൽ കേട്ടോ. സിറ്റുവേഷൻസ് എന്ത് തന്നെ ആയാലും തടസ്സങ്ങളുണ്ട്, അതുകൊണ്ടാണല്ലോ പറയാത്തത്. പക്ഷേ ആ തടസ്സങ്ങളെല്ലാം മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം കേട്ടോ. നിങ്ങളെ കാണാതിരിക്കുമ്പോൾ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യാറുണ്ട് എന്നും കാണുന്നു. എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനും അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പലരുടെയും തടസ്സമായിട്ട് കാണുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലം, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, വീട്ടിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റീസിന് ശേഷം മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ. ലോണുകൾ ഉണ്ടായിരിക്കാം, കടങ്ങൾ ഉണ്ടായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, ഒരു വലിയ തടസ്സമായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ആസിറ്റീസ് പാരൻസിനെയാണ് പൈസയ്ക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജോലി ആയതിനു ശേഷമേ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു തടസ്സം അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തുറന്ന് പറഞ്ഞു കാണില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡാണ്. ഓക്കെ, അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷനും അവിടെ ഒരു തടസ്സമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. എസ്പെഷ്യലി ഫാമിലിയിൽ കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. അതിനെ പറ്റിയിട്ടും അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഒന്നും പറയാതിരിക്കുന്നത്.